67 പേജിന്റെ അവസാന ഭാഗത്ത് അബൂ ശാമ റഹിമഹുള്ള മറ്റൊരു വിഷയവും കൂടി നമുക്ക് വിവരിക്കുന്നു. കാൽ തർത്തൂഷി ഇമാം തർത്തൂഷി റഹിമഹുള്ള ഉദ്ധരിച്ച മറ്റൊരു സംഭവം റവാ ഉസ്താദുന ഖാദി അബുൽ വലീദ് ഫിൽ മുന്തക്ക എന്ന ഗ്രന്ഥത്തില് അബുൽ വലീദ് എന്ന നമ്മുടെ ഉസ്താദ് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദറ ജനാസത്ത്, ഒരു മയ്യിത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ജനാസയുടെ അടുക്കൽ വന്നു. ഫഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതുസ്രിഉന്ന ബിഹാ, നിങ്ങൾ ഈ മയ്യിത്ത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാൻ വേണ്ടി എടുക്കണം. ഫഇല്ലാ റജഅതു, അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ മയ്യിത്ത് പരിപാലനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ റജഅതു, ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുക്കില്ല, ഈ മയ്യിത്ത് പരിപാലനത്തിൽ പങ്കെടുക്കാതെ ഞാൻ മടങ്ങിപ്പോകും. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റ് വല്ല പരിപാടിക്ക് പോകാൻ വേണ്ടിയോ മറ്റു തിരക്കുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യിത്ത് മറവ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടുകളിൽ പല ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും മറ്റ് പലതിനും വേണ്ടി മയ്യിത്ത് മറവ് ചെയ്യുന്നത് പിന്തിപ്പിക്കുന്ന ഒരു ദുസ്വഭാവം നിലനിൽക്കുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശവും നബി തങ്ങളുടെ നടപ്പും, ഒരാൾ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മറവ് ചെയ്യുക, അദ്ദേഹം നല്ല ആളാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ പാരത്രിക ലോകത്തേക്കുള്ള സുന്ദരമായ യാത്രക്ക് നിങ്ങൾ തടസ്സമാകണ്ട എന്നും, അഥവാ അദ്ദേഹം ചീത്ത മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ആ ചീത്ത മനുഷ്യനെ പേറി നിങ്ങളുടെ ജീവിതം മോശമാക്കണ്ട എന്ന നിലക്കും അറിയിക്കുന്ന ഹദീസുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്ന സുന്നത്ത് പാലിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിർബന്ധിക്കുകയും, അങ്ങനെ നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോവുകയും ചെയ്ത സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അബൂബക്കർ തർത്തൂഷി റഹിമഹുള്ള പറയുന്നു, ഉന്നുറു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അലമ്മാ തുരിക്കൽ ഇസ്രാവ്, മയ്യിത്ത് എടുക്കുക എന്നത് പെട്ടെന്ന് ചെയ്യാതിരുന്നപ്പോൾ വഹിയ സുന്നത്തു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കി നമുക്ക് പഠിപ്പിച്ച് തന്നെടുക്കുക എന്ന ഏർപ്പാടിനെ ആളുകൾ ഇല്ലാതാക്കിയപ്പോൾ ഹമ്മ ഇബ്നു ഉമർ ബിൽ ഇൻസറാഫി, എന്നാൽ ഞാൻ തിരിഞ്ഞു പോവുകയാണ്, ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലയ്ക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി കരുതി. വലം യറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയില്ല, അന്ന ഖീറാത്താനി മിനൽ അജ്രി, ഒരു മയ്യിത്ത് പരിപാലനത്തിന് പൂർണ്ണമായി പങ്കെടുത്താൽ 2 ഖീറാത്ത് പ്രതിഫലം ആ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുമെന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ആ 2 ഖീറാത്ത് ഇവിടെ നിന്നാൽ കിട്ടുമല്ലോ, അല്പം വൈകിയാലും പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം സുന്നത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല എന്ന നിലയ്ക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സുന്നത്തുകളെ നിലനിർത്തുക, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും എവിടെയെങ്കിലും നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുനിൽക്കാതിരിക്കുക എന്നതാണ് സഹാബി പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പതിവെന്നും നാമും അത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും തർത്തൂശി ഇമാമും അബൂ ശാമ റഹിമഹുല്ലാഹുവും നമുക്ക് ഇതിലൂടെ വിവരിച്ചു തരുന്നു. വീണ്ടും 68-ാമത്തെ പേജിൽ അബൂ ശാമ റഹിമഹുല്ലാ വിവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഫസ്ലുൻ വഖദ് അൻകറത്തി സ്വഹാബത്തു മുഖാലഫത്ത സുന്നത്തി ഫീ അംരിൻ ഹുവ അഖറബു മിമ്മാ ദക്കർനാഹു, നാം ഇതുവരെ വിവരിച്ചതിനേക്കാളും ഒക്കെ വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന പല വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയ്ക്ക് വിരുദ്ധമായി നാം പ്രവർത്തിക്കുന്നതിനെ സഹാബത്തുൽ കിറാം ശക്തമായി എതിർത്തിരുന്നു എന്നറിയിക്കുന്ന ധാരാളം സംഭവങ്ങളാണ് വരും അധ്യായത്തിൽ വിവരിക്കുന്നത്. മിൻഹു, അതിൽപ്പെട്ട ഒന്നാണ് മാഫി സഹീഹി മുസ്ലിം മിൻ ഹദീസ് അബീ സഈദ് ഖുദരി, അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ്. ഖാല അഖറജ മർവാനുൽ മിംബറ ഫി യൗമി ഈദ്, ഒരു പെരുന്നാൾ സുദിനത്തിൽ മർവാൻ എന്ന ഭരണാധികാരി മിംബർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. നിസ്കരിക്കുന്നതിന് മുമ്പ് ഖുതുബ ഓതാനും തുടങ്ങി. സാധാരണഗതിയിൽ പെരുന്നാളിന്റെ ഖുതുബ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നടക്കാറുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നു. മർവാൻ, ഓ മർവാനെ, അഖ്റജത്തൽ മിംബറ ഫി യൗമി ഈദിൻ, സാധാരണഗതിയിൽ ജുമുഅക്ക് മാത്രമേ മിംബർ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ, എന്നാൽ പെരുന്നാളിനും നിങ്ങൾ മിംബർ ഉപയോഗിക്കുകയാണോ? ബിഹി, സാധാരണ പെരുന്നാളിനെ മിംബർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ബിൽ ഖുതുബത്തി ഖബല സ്വലാത്തി, അതുപോലെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഖുതുബ കൊണ്ട് നിങ്ങൾ ആരംഭിക്കുകയും ചെയ്തോ? വലം യകുൻ യുബ്ദഉ ബിഹാ, ഖുതുബയല്ലല്ലോ പെരുന്നാളിന് ആദ്യം നിർവഹിക്കാറ്. ഫഖാല അബൂ സഈദ്, അപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഹാദാ ഫഖദ് ഖളാ മാ അലൈഹി, ഈ
എഴുന്നേറ്റ് നിന്ന് വിമർശിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു. സമീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ റആ മുൻകറൻ വസ്തതാഅ അൻ യുഗയ്യിർ, നമ്മുടെ പരിസരങ്ങളിൽ ഒരു തെറ്റായ പ്രവർത്തനം നടക്കുകയും അത് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഫൽയുഗയ്യിർഹു, അത് അവന്റെ കഴിവനുസരിച്ച് ഇല്ലായ്മ ചെയ്യട്ടെ. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അവന്റെ ശരീരം കൊണ്ട് അത് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി, അവന്റെ നാവ് ഉപയോഗിച്ച് അതിനെ അവൻ ഇല്ലായ്മ ചെയ്യട്ടെ. ഫഇല്ലം യസ്തതി' ബിലിസാനിഹി ഫബിഖൽബിഹി, നാവ് കൊണ്ടും അതിനെ ഇല്ലായ്മ ചെയ്യാൻ അഥവാ അവിടെ സംസാരിക്കുകയോ പറയുകയോ ചെയ്താൽ വല്ല കുഴപ്പവും തനിക്കോ സമൂഹത്തിനോ ഉണ്ടാകുമെന്ന് തോന്നിയാൽ ഫബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതിനെതിരെ അവൻ പ്രതികരിക്കട്ടെ. വദാലിക അദ്വാഫുൽ ഈമാൻ, അങ്ങനെ അരുതാത്ത കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാകുന്നു എന്ന് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖാലൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഫനസബ മർവാന ഇലാ മുഖാലഫത്തി സുന്നത്തി, അപ്പോൾ ഈ എഴുന്നേറ്റ് നിന്ന വ്യക്തി മർവാൻ ചെയ്തത് സുന്നത്തിന് വിരുദ്ധമാണ് എന്ന നിലക്കാണ് വിമർശിച്ചിട്ടുള്ളത്. അബൂ സഈദിൻ ഫിഅലഹു മുൻകറൻ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഈ മർവാൻ ചെയ്ത പ്രവൃത്തിയെ ഒരു മുൻകറായ ഒരു പ്രവൃത്തിയായി വെറുക്കപ്പെടുന്ന ഒരു കാര്യമായി അംഗീകരിക്കുകയും ചെയ്തു. വലൈസ ഫീ തഖ്ദീമിൽ ഖുതുബത്തി അല സ്വലാത്തി കബീറു അംരിൻ, യഥാർത്ഥത്തിൽ നിസ്കാരത്തിന് മുമ്പ് ഖുതുബ നിർവഹിക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവമേറിയ വിഷയമൊന്നുമല്ല. വലാ ഖലലിൻ മിൽ മഖ്സൂദ് മിൻഹുമാ, രണ്ടും കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണോ അത് ഈ ക്രമം തെറ്റിച്ചത് കൊണ്ട് നഷ്ടപ്പെടുന്നതുമല്ല. വഖദാഫി ഇഖ്റാജിൽ മിമ്പരി, അതുപോലെ വെള്ളിയാഴ്ച ഉപയോഗിക്കുന്ന മിമ്പറ് പെരുന്നാൾ ദിവസത്തിലും കൂടി ഉപയോഗിക്കുന്നതിൽ പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. ഇല്ല മുജറദ് ഇംതിഹാനില്ല, മിമ്പറിന്റെ ആ ബഹുമാനത്തിന്റെ അല്പം കോട്ടം വരിക എന്നതല്ലാതെ മറ്റൊരു തകരാറും മിമ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നില്ല. വഖദ് സബത തഖ്ദീമുൽ ഖുതുബത്തി അല സ്വലാത്തി ഫീ സ്വലാത്തിൽ ഇസ്തിസ്ഖായി, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് മുമ്പ് ഖുതുബ നിർവഹിക്കുക എന്നത് ദീനിൽ സ്ഥിരപ്പെട്ടതാണല്ലോ. അപ്പൊ അതുപോലെ പെരുന്നാളിനും നിസ്കാരത്തിന് മുമ്പ് ഖുതുബ നിർവഹിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് മുമ്പ് നിമിതങ്ങൾ ഖുതുബ ഓതിയതായി ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഖുതുബക്ക് മുമ്പ് നിസ്കരിച്ചതും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഴയ്ക്ക് വേണ്ട നിസ്കാരത്തിന് മുമ്പും നിസ്കാരത്തിന് ശേഷവും ഒക്കെ ഖുതുബ നിർവഹിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെരുന്നാളിന്റെ ഖുതുബയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ വലിയൊരു തകരാറൊന്നും ഇല്ലല്ലോ. ഫയുഹ്മലു ദാലിക അലാ വഖ്തൈനി, അപ്പൊ രണ്ട് രൂപത്തിലും അത് നിർവഹിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ വലിയ തകരാറൊന്നുമില്ല. ആദ്യം ഖുതുബ ഓതി പിന്നീട് നിസ്കരിക്കുന്നതും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുതുബ നിർവഹിക്കുന്നതും രണ്ടുകൊണ്ടും നമ്മുടെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊരു വലിയ ഗൗരവമേറിയ വിഷയമൊന്നും അല്ലെങ്കിലും മർവാൻ ഇങ്ങനെ ചെയ്തപ്പോൾ സദസ്സിലുള്ള ഒരാൾ എഴുന്നേറ്റ് അതിനെ വിമർശിച്ചതും ആ വിമർശനത്തെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പിന്താങ്ങിയതുമാണ് ഇവിടെ അബൂ ശാമ റഹിമഹുല്ലാഹ് നമുക്ക് എടുത്ത് ഉദ്ധരിച്ചു തരുന്നത്. അപ്പോൾ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും, നാം വളരെ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അതിനെതിരെ വിമർശിക്കുക എന്നത് സഹാബത്തിന്റെ പതിവായിരുന്നു എന്നാണ് അബൂ ശാമ റഹിമഹുല്ലാഹ് ഇതിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. വസലാത്തുൽ ഇസ്തിസ്ഖാ ഇൻദൽ ഫുഖഹാഇൽ ഖായിലീന ബിഹാ, സലാത്തുൽ ഇസ്തിസ്ഖാ നടത്തണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ സലാത്തുൽ ഈദി വഅലാ സിഫത്തിഹ, പെരുന്നാൾ നിസ്കാരം പോലെ അതിന്റെ സ്വഭാവത്തിലുമായാണ് നിർവഹിക്കേണ്ടത് എന്നാണ് പറയാറുള്ളത്. അപ്പൊ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് മുമ്പേ ഖുതുബ നിർവഹിക്കുന്നത് പോലെ മാത്രം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഖുതുബ നിർവഹിക്കുന്നതും കണക്കാക്കേണ്ടതുള്ളൂ. വമാദാലിക അൻകറ സഹാബ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സഹാബത്തുൽ കിറാം അതിനെ വിമർശിച്ചു. സുന്നത്തി, സഹാബത്തുൽ കിറാം ഇത് ചെയ്ത ആളെ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളായിട്ടാണ് കണക്കാക്കിയത്. വെറുക്കപ്പെടുന്ന സമയങ്ങളിൽ പുതുതായി ആരംഭിക്കപ്പെട്ട ഇത്തരം നിസ്കാരങ്ങളെ സഹാബത്തുൽ കിറാം കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ പ്രതികരണവും അവരുടെ വിമർശനവും എന്നാണ് അബൂ ശാമ റഹിമഹുല്ലാഹ് സലാത്തുർ റഗായിബിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ വിവരിക്കുന്നത്. മാത്രമല്ല ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരെ ശക്തമായ ഭാഷയിൽ പലരും മകർക്കട മുഷ്ടി കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിപ്പോയല്ലോ. നഊദു ബില്ലാഹി മിനൽ ഖിദ്ലാനി,
പരാജയത്തിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നു. ഫവൽ മുസ്താൻ, അള്ളാഹുവിൽ നിന്നാണ് സഹായം തേടപ്പെടേണ്ടത്.